ഇനി ഞാൻ വന്നിരിക്കുന്നത് കറിയുടെ റെസിപ്പി ആയിട്ടാണ്, തക്കാളി കറി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ മാത്രം മതിയാകും. അപ്പോൾ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തക്കാളി കറി തയ്യാറാക്കാനായിട്ട് 3 തക്കാളിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ തയ്യാറാക്കുന്ന കറിയുടെ അളവിനനുസരിച്ചിട്ട് വേണം തക്കാളിക്ക് എടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഈ തക്കാളി കറിക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 സ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർക്കുക. ഉലുവാപ്പൊടി കൂടി പോകരുത്. 1/4 ടീസ്പൂണിൽ കുറച്ചെടുത്താലും മതിയാകും. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അരപ്പ് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുക. തിള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. 5 മിനിറ്റിനുള്ളിൽ തക്കാളിക്ക നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ തക്കാളിക്കൊക്കെ വെന്ത് കറി തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ചുവന്നുള്ളി കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.